മുസ്ലിം സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്നും ഇസ്ലാമിലെ സ്ത്രീ ഏത് രീതിയിൽ വർത്തിക്കണമെന്നും എങ്ങനെയായിരിക്കണം അവരുടെ വസ്ത്രവിധാനമെന്നും എങ്ങനെ കുടുംബത്തിൽ അവർ പെരുമാറണമെന്നും ഭർത്താവിനോട് ഏത് രീതിയിൽ വർത്തിക്കണമെന്നും എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൻ്റെതാകുന്ന മുഴുവൻ അവയവങ്ങളും മറച്ച്, ശരീരത്തിന്റെ നഗ്നതകൾ പരിപൂർണമായി മറച്ച്, എപ്പോഴും അവളുടെ ശരീരത്തിൽ വസ്ത്രം ഒരു കൂടപ്പിറപ്പായി എപ്പോഴും നിലകൊള്ളണമെന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാം ഉദ്ഘോഷിക്കുന്നത്, വിശുദ്ധ ഇസ്ലാം ആജ്ഞാപിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വാ ഉമ്മയുടെയും ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഒരു സെക്കൻഡ് വസ്ത്രം ഉരിയപ്പെട്ടതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹവ്വാ ഉമ്മയും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ 60, 70, 30, 40, 50 കൊല്ലം ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം വസ്ത്രവിധാനം മോശപ്പെട്ടിട്ടുണ്ട്, എത്ര പ്രാവശ്യം തലമറയ്ക്കാതെ ഉമ്മമാര് നിലകൊണ്ടിട്ടുണ്ട്, എത്ര പ്രാവശ്യം മാറുമറയ്ക്കാതെ നിലകൊണ്ടിട്ടുണ്ട്, എത്ര പ്രാവശ്യം ശരീരത്തിൻ്റെതാകുന്ന ആകാര സൗഷ്ഠവങ്ങൾ അംഗലാവണ്യങ്ങൾ പരപുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. ഖേദിക്കണം നമ്മൾ. ഒരു സെക്കൻഡ് വസ്ത്രം മുറിയപ്പെട്ടതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ വാപ്പയും ഉമ്മയും നമുക്ക് പാഠമാണ്, നമുക്ക് ജീവിതത്തിൽ വലിയൊരു മാതൃകയാണ്. നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അള്ളാഹു ആ ചരിത്രം വിശുദ്ധമായ ഖുർആനിൽ വിവിധ സൂക്തങ്ങളിൽ അള്ളാഹു അവതരിപ്പിക്കുമ്പോ ജീവിതത്തിലുടനീളം വസ്ത്രവിധാനം വികരമാക്കിക്കൊണ്ട് നടക്കുന്ന നമ്മൾ തലമറയ്ക്കാതെ മാറുമറയ്ക്കാതെ പുക്കിൾച്ചുഴികളും അടിവയറുകളും ശരീരത്തിൻ്റെതാകുന്ന ആകാര സൂക്ഷ്മങ്ങളും പരപുരുഷന്മാർക്ക് മുന്നിൽ ദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ എങ്ങനെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും? ചിന്തിക്കുക. എങ്ങനെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും? സ്വർഗത്തിൽ വാപ്പായുമായും പുറത്താക്കിയത് വസ്ത്രം ഒന്ന് ഉരിയപ്പെട്ടതിന്റെ പേരിൽ, അതും ഒരു സെക്കൻഡ്. നമ്മൾ ഈ ദുനിയാവിലോ 30, 40, 50, 60 കൊല്ലം ജീവിച്ചിട്ട് കൊല്ലങ്ങളോളം വസ്ത്രമെടുക്കാതെ അഥവാ ശരീരത്തിന്റെ നഗ്നതകൾ പുറത്തു കാട്ടുന്ന രീതിയിലുള്ളതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നു. എങ്ങനെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും? അതുകൊണ്ട് ആദ്യമായി മാറേണ്ടത് വസ്ത്രവിധാനമാണ്. അതൊന്ന് ശരിയായാൽ രക്ഷപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അൻഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുലാ يلبس لبسة المرأة والمرأة التي تلبس لبسة الرجل. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, ലോകത്തിന്റെ നായകൻ ശപിച്ചിരിക്കുന്നു. അർറജുലാ, ഒരു പുരുഷനെ റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരനെ റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്. യൽബസു ലിബസത്തൽ മർആ, സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്നതായ പുരുഷന്മാരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്, സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തുന്നതായ പുരുഷന്മാരില്ലോ, ചെറുപ്പക്കാരില്ലോ, സഹോദരങ്ങളില്ലോ. തീർന്നില്ല. വൽമർഅത്തല്ലതി തൽബസു ലിബസത റജുലി, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീയെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിച്ച വിഭാഗങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ച വിഭാഗമാണ്, ശപിച്ച വിഭാഗമാ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുലാ യൽബസു ലിബസത്തൽ മർആ വൽ മർഅത്തല്ലതി
പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളില്ലയോ? എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. ഷർട്ട് ധരിക്കുന്ന കൗമാരപ്രായകളുള്ള സഹോദരിമാരില്ലയോ? ജീൻസ് ധരിക്കുന്ന സഹോദരിമാരില്ലയോ? പാൻസ് ധരിക്കുന്ന സഹോദരിമാരില്ലയോ? ബനിയനിട്ടുകൊണ്ട് നടക്കുന്ന സഹോദരിമാരില്ലയോ? ശരീരത്തിന്റെ ആകാര സൂക്ഷ്മങ്ങൾ അംഗരാവണ്യങ്ങൾ പുറത്തേക്ക് പ്രദർശിപ്പിക്കുമാറുള്ള ടൈറ്റായ വസ്ത്രം ധരിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? ചെറുപ്പക്കാരികളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ തസ്രിഫു വമാ വസഫ ഹറാം. ശരീരത്തിലേതാകുന്ന ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങൾ പുറത്തേക്ക് കാണിപ്പിക്കുന്ന രീതിയിൽ, ത്രസിപ്പിക്കുന്ന രീതിയിലുള്ളതായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരെ, അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഹറാം. നല്ല ടൈറ്റുള്ള പാന്റ് ഇട്ടുണ്ട് നടക്കുക, കുള്ളന്മാര് ചക്കന്മാര് കുണ്ടന്മാര്, എന്നിട്ട് പറയുമ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ല മുസ്ലിയാര്, പെണ്ണുങ്ങൾക്ക് അവിശ്യം. എന്റെ തൊടയെല്ലാം കൂടെ ഇങ്ങനെ വെളിവാക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ച ഒരു കുഴപ്പമില്ലെന്നാണോ? ഹറാമുൻ സയ്യിദുനാ റസൂലുള്ളാഹി. ടൈറ്റായ വസ്ത്രം ധരിക്കുക, അവന്റെ ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്ന രീതിയിൽ. മനസ്സിലായിക്കോ? പുരുഷന്മാരും ഈ സദസ്സിലുണ്ടല്ലോ, മനസ്സിലായിക്കോ? കിടക്കുന്നതായ അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ളതാകുന്ന വസ്ത്രം ധരിക്കുന്നതായ ആളുകളില്ലയോ? ഹറാമാണ്, ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ ചെറുപ്പക്കാരാണ് രാവിലെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യുകയാണ്, നെറ്റ് റീചാർജ് ചെയ്യുകയാണ്. ആ മൊബൈൽ ഫോൺ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തൂക്കിയിട്ടുകൊണ്ട് അവനിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് ഡമാഷ് കളിക്കുന്നതായ കാലഘട്ടമല്ലയോ? ടിക്ടോക്ക് കളിക്കുന്ന കാലഘട്ടമല്ലയോ? എത്രയോ ചെറുപ്പക്കാരതിന് അടിമപ്പെട്ടു പോയി, എത്രയോ സഹോദരിമാർ അടിമപ്പെട്ടു പോയി. തട്ടമിട്ടതാകുന്ന മുസ്ലിം അംഗമാര്, തലയിൽ തൊപ്പി വെച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, ഇസ്ലാമിന്റെ ചിഹ്നമുള്ളതാകുന്ന ആളുകൾ, നിസ്കാര തഴമ്പുണ്ടായിട്ടെന്ന കാര്യം ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നില്ലല്ലോ. മതബോധം നഷ്ടപ്പെട്ടു പോയില്ലയോ? മതബോധം നഷ്ടപ്പെട്ടു പോയില്ലയോ? സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട്, സ്ത്രീകളുടെ കോലം കെട്ടിക്കൊണ്ട്, മൊബൈൽ ഫോണിന്റെ മുന്നിൽ, ക്യാമറകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഡിസ്കോ ഡാൻസുകൾ കളിക്കുന്നതായ പുരുഷന്മാരില്ലയോ? പുരുഷന്റെ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് ഒരു മടിയില്ലാതെ കോമഡി ഉത്സവത്തിൽ വരെ പോയിക്കൊണ്ട് തുള്ളുന്നതാകുന്ന മുസ്ലിം അംഗമാരില്ലയോ? നഊദു ബില്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് പെങ്ങളെ, നബി തങ്ങൾ ശപിച്ച വിഭാഗമാണ് പെങ്ങളെ. യാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സതൽ മർആ. സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാര്, പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബീഉൽ അവ്വൽ മാസമാണിത്. ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപവാക്യം ഏറ്റുവാങ്ങിയാൽ എവിടെ എത്തും? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, ചരിത്രത്തിൽ കാണാം. ഖുർആൻ എഴുതുന്നാൾ സൂറത്തു തകാസുർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുമ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ വിവിധ സൂക്തങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതിയ വ്യക്തിയാണ്. നിബിധങ്ങൾ ഓതിക്കൊടുക്കും, കൈകൊണ്ടെഴുതും. അവസാനം അല്ലാഹുവിന്റെ റസൂലിനെ ഒരിക്കൽ അദ്ദേഹം ചീത്ത വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ആട്ടിയിറക്കുകയാണ്. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്ന് ആളുകൾ കൊണ്ടുവന്ന ഖബറിലേക്ക് വെക്കുമ്പോ ഭൂമി സ്വീകരിക്കുന്നില്ല, ഭൂമി സ്വീകരിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശകാരിച്ചു വിട്ട വ്യക്തിയല്ലയോ? ഭൂമി അദ്ദേഹത്തിന്റെ ശരീരം സ്വീകരിക്കുന്നില്ല, ഭൂമി ശരീരത്തെ സ്വീകരിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി തങ്ങളുടെ ശാപവാക്യത്തെ പോയില്ലേ? ദുനിയാവും പോയി, ആഖിറവും പോയി. എന്റെ മോഹൻ നിക്കാമ ശരിയാകുന്നില്ല. എങ്ങനെ ഇക്കാമ ശരിയാകും? നേരെവ നിക്കാൻ പോലും അവന് പറ്റൂല. റസൂലുള്ളാഹിന്റെ ശാപവാക്യത്തിക്കൊണ്ട് അവൻ നടക്കുന്നത്. എന്റെ മോൾക്ക് പഠിത്തത്തിൽ ശരിയാകുന്നില്ല, കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നില്ല, വിദ്യാഭ്യാസം റെഡിയാകുന്നില്ല. നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന മോളാണ്, ഇപ്പൊ പ്ലസ് ടുവിനെത്തി, ബുദ്ധിയൊന്നും ഉറക്കുന്നില്ല ഉസ്താദേ, പഠിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? നീ
നിന്റെ പ്രിയപ്പെട്ട മകളോട് പറയൻ പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ ഓണാക്കി ടിക്ടോക്കിലേക്ക് അവളിതാ മോശപ്പെട്ടതാകുന്ന രീതിയിലുള്ളതാകുന്ന വസ്ത്രവിധാനം ധരിച്ച് പുരുഷന്റെ വസ്ത്രവിധാനം നടത്തി അതിന്റെ മുന്നിൽ കണ്ടു നടത്തുന്ന ആ കേളികളൊന്ന് നിർത്താൻ പറയൻ. അവളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, മാറ്റമുണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹളാണ്. ഫേസ്ബുക്കും വാട്സാപ്പും തുറക്കാൻ മേല. മൊത്തം മുസ്ലിം സഹോദര സഹോദരിമാർ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്ത് പറ്റിപ്പോയി നമുക്ക്? കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും കോമഡി ഉത്സവത്തിലേക്ക് വിളിക്കും. അപ്പൊ അവിടെ പോയി ഒന്ന് 2 റൗണ്ട് കാണിച്ചാല് പിന്നെ കുറെ പരിപാടി കിട്ടും, ജീവിതം സെറ്റായി എന്നുള്ള ധാരണയാണ്. ഇതൊക്കെ ദുനിയാവല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യമല്ലയോ? ഇതൊക്കെ അങ്ങ് തീരും പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടയിൽ ഭൗതിക ലോകത്തോട് താല്പര്യം വെച്ചുകൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കിയ നബിതങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. നബിതങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പേരാണ് ഖുൽബാ. നിങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ പേരെന്ത്? നബിതങ്ങളുടെ ഒരു ഒട്ടകത്തിന്റെ പേരാണ്. ആ ഒട്ടകത്തിനൊരു പ്രത്യേകതയുണ്ട്. ലാ തുസ്ബഖൂ. ആ ഒട്ടകത്തെ പരിശുദ്ധമായ മദീനയിൽ ഓടിത്തോൽപ്പിക്കാൻ ഒരൊട്ടകത്തിനും സാധിച്ചിരുന്നില്ല. അതാണ് ഒട്ടകത്തിന്റെ പ്രത്യേകത. ലാ തുസ്ബഖൂ. അതിനെ മുങ്കടക്കാൻ ഒരൊട്ടകത്തിനും മദീനയിൽ കഴിഞ്ഞിരുന്നില്ല. അങ്ങനത്തെ ഒരു ഒട്ടകം. അപ്പൊ നേതൃത്വത്തിൽ യജമാനു പറ്റിയ, മുതലാളിക്ക് പറ്റിയ ഒട്ടകം. നല്ല ഒട്ടകം. അപ്പൊ സ്വഹാബത്തിനൊക്കെ വലിയ സന്തോഷാണ്. അങ്ങനെ ഇരിക്കുമ്പോ അപ്പോഴാണ് ഒരു അറാബിയായ മനുഷ്യൻ അവന്റെ ഒട്ടകവുമായി കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ നബിതങ്ങളുടെ ഒട്ടകം നടക്കുന്നതിനേക്കാൾ സ്പീഡിൽ, ഓടുന്നതിനേക്കാൾ സ്പീഡിൽ, നടക്കുന്നതിനേക്കാൾ സ്പീഡിൽ നടക്കാനും ഓടാനും ചാടാനും തുടങ്ങിയപ്പോ സ്വഹാബത്തിന്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത, ആ ഒട്ടകത്തെ അഥവാ അറാബിയുടെ ഒട്ടകത്തെ എങ്ങനെയെങ്കിലും വകവരുത്തണം, എങ്ങനെയെങ്കിലും കൊന്നുകളയണം. കാരണം യജമാനന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ, ഞങ്ങളുടെ യജമാനനല്ലയോ റസൂലുള്ളാഹ്, നേതാവല്ലയോ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ കടന്നു വന്ന അറാബിയുടെ ഒട്ടകത്തെ എങ്ങനെയെങ്കിലും കൊല ചെയ്യണമെന്നുള്ള ചിന്ത സ്വഹാബത്തിന്റെ മനസ്സിൽ കടന്നു വന്നത് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെറിഞ്ഞ റസൂലുള്ളാഹ് അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതേ. ഇന്നലില്ലാഹി അഹ്ദ. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ച റബ്ബിന് ഒരു ബാധ്യതയുണ്ട്, ഹക്കുണ്ട്. ഈ ദുനിയാവിൽ ഏതൊക്കെ വസ്തുക്കൾ പരിപൂർണതയിലേക്ക് എത്തിയോ അതിനെ പിന്നീട് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത്, അതിന്റെ കഴിവുകളെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് പടച്ച റബ്ബിന്റെ കഴിവിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ബാധ്യതയാണ് അത്. ലോകത്തിന്റെ നടപ്പങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നത്? അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഒരു അറാബിയ മനുഷ്യന്റെ ഒട്ടകം മുന്നിക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒട്ടകത്തെ അങ്ങ് തീർത്ത് കളയാം എന്നവരുടെ മനസ്സിൽ ചിന്ത വന്നത് എന്തുകൊണ്ടാ? ഈ ദുനിയാവിൽ അള്ളാന്റെ റസൂൽ എപ്പോഴും മികച്ചു നിൽക്കണം, നബിയുടെ ഒട്ടകം എപ്പോഴും മികച്ചു നിൽക്കണം. അപ്പൊ നബിയുടെ മനസ്സിൽ വന്നു, അവരുടെ ചിന്ത ദുനിയാവ് മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഈ ലോകം ശാശ്വതമാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഈ ലോകം ഒരിക്കലും ശാശ്വതമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ 14-ാം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ? പിറ്റേ ദിവസം മുതൽ ആ പരിപൂർണമായ ചന്ദ്രൻ കുറഞ്ഞ് 29 ആകുമ്പോഴേക്ക് പരിപൂർണമായി മാഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? ഒരു വസ്തു അതിന്റെ പരിപൂർണ തലത്തിലേക്ക് എത്തിയാൽ, ആരോഗ്യപരമായി എത്തിയാൽ, പിന്നീട് അതിന് പിറ്റേ ദിവസം മുതൽ കുറച്ചു കൊണ്ടുവരൽ പടച്ചറപ്പിന്റേതാകുന്ന ബാധ്യതയാണ്. അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ശൈലിയാണത്. അതുകൊണ്ട് എന്റെ ഒട്ടകം പരിപൂർണമായ ആരോഗ്യ തലത്തിൽ എത്തിയിരുന്നതാണ്. ഇനി അതിന് കുറവേ വരികയുള്ളൂ. ഇത് ദുന്യാവാണ് സഹാബ, ഇത് ദുന്യാവാണ് സഹാബ. അതുകൊണ്ട് എന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഈ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം പോകുന്നത് കണ്ടിട്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ ഒട്ടകത്തെ കുരുതി ചെയ്യരുതേ, അതിനെ കൊന്നു കളയരുതേ. അത് ദുന്യാവ് നീ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ദുന്യാവ് നമുക്ക് ശാശ്വതത്വം നൽകുന്നതാണെന്നുള്ള ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാണ് സഹാബ.
ഈ ചിന്ത നമുക്ക് വരണം. ഈ ചിന്ത വരുമ്പോഴേ കുറഞ്ഞ കാല ജീവിതമുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നാവണം. അപ്പോഴാണ് നമ്മൾ ശരിയാകുക. നമ്മൾ ശരിയാകുക എപ്പോഴാണ്? സ്ത്രീകളുടെ വസ്ത്രവിധാനമല്ലേ ഇന്ന് മിക്ക പുരുഷന്മാര് നടത്തുന്നത്. എവിടെ? ഞങ്ങളാരും ചുരിദാർ ഇടുന്നില്ലല്ലോ, ഞങ്ങളാരും മിടിയും ചോപ്പ് ഇടുന്നില്ലല്ലോ, ഞങ്ങളാരും പർദ്ദ ധരിക്കുന്നില്ലല്ലോ. പിന്നെന്താണ് ഉസ്താദേ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ സ്വഹാബ, നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കരുതേ. നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കേണ്ടത് സ്ത്രീകളാണ്. നെരിയാണിക്ക് താഴോട്ട് തുണി ഉടുക്കൽ, മുണ്ട് ധരിക്കൽ, പാൻസ് ധരിക്കൽ അതാരാ ചെയ്യുന്നത്? പുരുഷന്മാര് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പെണ്ണാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം നബിതങ്ങൾ അത് സ്ത്രീകളോട് പറഞ്ഞ കൽപ്പനയാണ്. ഹദീസില്ലേ? قال رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, തുർഖി ശബറം മിനസ് സൗബി. സഹാബത്തെ സ്ത്രീകളോട് പറയണേ സഹാബ, അവരുടെ കാലിനടിയിലേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. നെരിയാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണേ. പഠിക്കണ്ടേ? ദീൻ പഠിക്കണ്ടേ? നമ്മൾ മസല മനസ്സിലാക്കണ്ടേ? അന്യപുരുഷന്റെ മുന്നിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നെരിയാണിക്ക് താഴോട്ട് അവരുടെ വസ്ത്രം മറയ്ക്കണം. കാലിന്റെ അടിയിലേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിടണം. സയ്യിദുനാ റസൂലുള്ളാഹി. ഉടനെ ഒരു അനുയായി എഴുന്നേൽക്കുകയാണ്. ഫഖാമ സഹാബിയു. ഒരു അനുയായി എഴുന്നേറ്റുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ ഭാര്യമാർ ഒട്ടകക്കട്ടിൽ കയറുന്നവരാണ്, ഒട്ടകത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നവരാണ്. അങ്ങനെ ഒട്ടകക്കട്ടിലേക്ക് ഒട്ടകത്തിന്റെ പുറത്തേക്കുമൊക്കെ കാലെടുത്തു വെക്കുമ്പോ ഒരു ചാൺ വസ്ത്രം നെരിയാണിക്ക് താഴോട്ട് താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ, കാണാൻ ചാൻസ് ഉണ്ട് റസൂലേ. എന്ത് ചെയ്യണം നബിയേ, എന്ത് ചെയ്യണം റസൂലേ? നല്ല ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലുടെ സ്വഹാബത്തിനോട് പറയുകയാണ്, ഫദിറാഉ ഫദിറാഅ ഫദിറാഉ ഫദിറാഅ. ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് ശരീരത്തിൻ്റെതാകുന്ന കാലിന്റെ തുലിനിറം, കാൽപാദത്തിന്റെ ഭാഗം അന്യപുരുഷന്മാര് കോണിപ്പടിയിലേക്ക് കയറുമ്പോഴോ, സ്റ്റെയർകേസിലേക്ക് കയറുമ്പോഴോ, ഒട്ടകക്കട്ടിലേക്ക് കയറുമ്പോഴോ, ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുമ്പോഴോ, പൊക്കമുള്ള സ്ഥലത്തേക്ക് എവിടെ കയറിയാലും പെണ്ണേ, നിന്നെ കാലിന്റെ അടിയിലേക്ക് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യരാകുന്ന പരപുരുഷന്മാര് കാൽപാദം കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഒരു മുഴം കൂടി താഴ്ത്തിയിരണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്നാലും പെങ്ങളെ, അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ നിന്റെ ശരീരത്തിൻ്റെതാകുന്ന കാലിന്റെ കാൽപാദം പോലും, കാലിന്റെ തൊലിവെളുപ്പ് പോലും കാണിക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് പെണ്ണിന്റെ വസ്ത്രവിധാനം. മനസ്സിലാക്കണം. പെണ്ണിന്റെ വസ്ത്രവിധാനം. അപ്പൊ നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കാൻ ആരോടാ പറഞ്ഞത്? അനക്കോ ഇല്ലേ? ആരോടാ? പെണ്ണിനോട്. മനസ്സിലായിക്കോ? പക്ഷെ ഇന്ന് പുരുഷന്മാരല്ലേ ധരിക്കുന്നത്. അപ്പൊ ആരുടെ വസ്ത്രവിധാനം നീ കൊണ്ടുവന്നു? പെണ്ണിന്റെ വസ്ത്രവിധാനം കൊണ്ടുവന്നു. അള്ളാന്റെ റസൂൽ ശപിച്ച വിഭാഗത്തിൽ നീ പെട്ടു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പെണ്ണിന്റെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരെ അള്ളാന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഏതാ വസ്ത്രവിധാനം? നീ പെണ്ണിന്റെ വസ്ത്രം ചുരിദാറിട്ടുകൊണ്ട് നടക്കണമെന്ന് മാത്രമല്ല, പെണ്ണിന്റേതാകുന്ന ചുരിദാറിട്ടുകൊണ്ട് ടിക്ടോക്ക് കളിക്കണമെന്ന് മാത്രമല്ല, നീ അവരുടെ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് മൊബൈൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും മോശപ്പെട്ടതാകുന്ന രീതിയിൽ ഡിസ്കോ ബ്രേക്കുകൾ കളിക്കണമെന്ന് മാത്രമല്ലതല്ല, മറിച്ച് നിന്റെ ശരീരത്തിൻ്റെതാകുന്ന തുണിയെടുത്ത സന്ദർഭത്തിൽ, മുണ്ട് ധരിച്ച സന്ദർഭത്തിൽ, പാൻസ് ധരിക്കുന്ന സന്ദർഭത്തിൽ, കമീസ് ധരിക്കുന്ന സന്ദർഭത്തിൽ നെരിയാണിക്ക് താഴോട്ട് നീ വസ്ത്രവിധാനം നടത്തുന്നുണ്ടോ? നീ പെണ്ണിന്റെ വസ്ത്രവിധാനം നടത്തുന്നവനാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
ശ്രദ്ധിക്കണം നമ്മൾ. قال رسول الله صلى الله عليه وسلم ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ثلاثة لا يكلمهم الله يوم القيامة ولا يزكيهم ولا ينظر إليهم ولهم عذاب أليم ولهم عذاب أليم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. 3 കൂട്ടർ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ, പടച്ചറപ്പിന്റെ കോടതിയിൽ വിഷമിക്കുമത്രേ, അവർ പ്രയാസപ്പെടുമത്രേ. ലാ യുകല്ലിമുഹുമുല്ലാഹ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പ് അവരോട് സംസാരിക്കുകയില്ലത്രേ. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് കാരുണ്യത്തിന്റെ തിരുനോട്ടം അല്ലാഹു നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു പരിശുദ്ധിപ്പെടുത്തുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. 3 കൂട്ടർ, അല്ലാഹുവേ ഞങ്ങളെ അതിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കാരണം നാളെ റബ്ബിന്റെ പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ലയൻജു അഹദകും ബിഅമലിഹി. സ്വഹാബത്തെ നിങ്ങളിൽ ഒരാൾ പോലും അമൽ കൊണ്ട് നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല കേട്ടോ. ഉടനെ നബിയോട് ചോദിക്കുകയാണ്, വഅന്ത യാ റസൂലല്ലാഹ്, നബിയേ തങ്ങളും അങ്ങനെയാണോ? തങ്ങളും സ്വർഗ്ഗത്തിലേക്ക് അമലുകൊണ്ട് പ്രവേശിക്കുകയില്ലയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വലാ അന, ഞാനുമില്ല സ്വഹാബ, ഞാനും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയില്ല. ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പ് അവന്റെ കാരുണ്യം എനിക്ക് പൊതിഞ്ഞിട്ടല്ലാതെ, എന്റെ മേൽ വർഷിച്ചിട്ടല്ലാതെ എനിക്കും സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെ പ്രവാചകർ പോലും പറഞ്ഞു പഠിപ്പിച്ചതാണ് മഹ്ശറ. അവിടെ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയുകയില്ല അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ. അവിടെ പടച്ചറപ്പിന്റെ കാരുണ്യം കിട്ടാത്ത, പടച്ചറപ്പിന്റെ തിരിഞ്ഞുനോട്ടം, കാരുണ്യത്തിന്റെ നോട്ടം കിട്ടാത്ത, ശിക്ഷ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന 3 കൂട്ടരെ റസൂലുള്ള പറയുകയാണ്. അതിലാദ്യമായ നബി തങ്ങൾ പറഞ്ഞത് അൽ മുസ്ബിലൂ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരാണ്. വാല് കേൾക്കുന്ന ഉമ്മ, നിന്റെ ഭർത്താവ് ആ രീതിയിലാണ് എങ്കിൽ ഇന്ന് മുതൽ നീ മാറ്റാ പറയണേ. വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടേ? 50 വയസ്സായില്ലയോ, 60 കഴിഞ്ഞില്ലയോ, ഇതുവരെ നെരിയാണിക്ക് താഴോട്ടെടുത്തതിനെ കുറിച്ച് പടച്ചറപ്പേ പുറത്തു തരണേ അല്ലാ. അറിവില്ലാതെ പറ്റിപ്പോയതാണ് റബ്ബേ, പടച്ചറപ്പിനോട് ഏറ്റു പറയണേ. ഇതൊരു നിസാര വിഷയമല്ല. റബ്ബിന്റെ കോടതിയിൽ കൈകെട്ടി നിൽക്കേണ്ട ഗതികേട് നമുക്ക് ഓരോരുത്തർക്കും വരേണ്ടതാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, ഇനി വരാനിരിക്കുന്നവർ മാത്രമല്ല, കഴിഞ്ഞതാകുന്ന ആളുകൾ മാത്രമല്ല, കഴിഞ്ഞവരും ഇന്നുള്ളവരും വരാനുള്ളവരും എല്ലാം പടച്ചറപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോ 3 കൂട്ടർ ഇതാ പടച്ചറപ്പ് തിരിഞ്ഞു നോക്കാത്ത, ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി
വരുന്ന തീർച്ചയായിട്ടും ഏറ്റുവാങ്ങേണ്ടി വരുന്ന 3 കൂട്ടരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് അൽ മുസ്ബിലൂ അൽ മുസ്ബിലൂ. എത്ര വാഴ കേട്ടാലും ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടുകൊണ്ട് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ചുകൊണ്ട് നടക്കുന്നതായ, പാൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നതായ ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ, ഉപ്പമാരില്ലയോ? ഖേദിക്കണേ, ഖേദിക്കണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറയുന്ന അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഓ, ഇത്ര വലിയ വിഷയമാണോ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത്? അതെ, അതെ, അഹങ്കാരിയുടെ ലക്ഷണമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ലക്ഷണം വെച്ചുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മകൻ നടന്നിട്ട് കാലം ഇത്രയായില്ലേ, എന്തേ മാറ്റാൻ സമയമായില്ലേ? മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യനല്ലേ? സയ്യിദ് അലവിയിൽ മമ്പുറമി തങ്ങളെ കണ്ടുകൊണ്ടിരിക്കല്ലേ? എത്രയോ മഹത്തുക്കൾ അടങ്ങിയിരിക്കുന്ന നാടാണ്. എന്നിട്ടും എന്തേ നീ നടക്കാത്തത്? സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കണ്ട് ആർജവം ഉൾക്കൊള്ളുന്നതാകുന്ന ആളുകളല്ലേ നമ്മൾ. നമുക്ക് മുമ്പ് മാതൃക നീങ്ങി എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുണ്ട്. അവരുടെ വസ്ത്രവിധാനം എന്തേ നമ്മൾ ശ്രദ്ധിക്കാത്തത്? എന്തേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്? മാറ്റമുണ്ടാവണ്ടേ സഹോദരാ. ആർക്ക് വേണ്ടിയാണ് നീ നെരിയാണിക്ക് താഴോട്ട് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത്? ഇതൊരു ഫാഷനായിട്ട് നീ കണക്കാക്കുകയാണ് എങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ? ആ പ്രവാചകർ വസ്ത്രം ധരിച്ചിരുന്നത് നെരിയാണിക്ക് മുകളിലല്ലയോ? എന്താ നീ മനസ്സിലാക്കുക? നീ അതൊരു ഫാഷനാക്കാൻ, അതിന് മുകളിലോട്ട് വന്ന ഒരു വൃത്തികേടാണ് ഉസ്താദെ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഫാഷൻ ലോകത്തിന് പരിചയപ്പെടുത്തിയത് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുന്നല്ലേ ഫാഷൻ ഡിസൈനിങ് പോയിട്ടുള്ളത്. ആ പ്രവാചകർ നെരിയാണിക്ക് മുകളിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ റബീഉൽ അവൽ മാസം മുതൽക്ക് നീ അങ്ങ് നിയ്യത്ത് ചെയ്യണേ, ഇനി മരണം വരെയും ഞാൻ നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുപോകില്ല, കൊണ്ടുപോകില്ല.